മലയാളി ചിരിക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 14ാമത് കാരുണ്യയാത്ര ഡിസംബർ 22-ന് നടക്കും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. കാരുണ്യയാത്രയ്ക്ക് ആവശ്യമായ വസ്തുക്കൾ വിവിധയിടങ്ങളിൽ നിന്നും ശേഖരിച്ചു തുടങ്ങി. മലയാളി ചിരിക്ലബിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 8 വർഷമായി ഇടുക്കി ജില്ലയിലെ വിവിധ അഗതി മന്ദിരങ്ങളിലേക്ക് തുടർച്ചയായി നടത്തിവരുന്ന കാരുണ്യയാത്ര സീസൺ 14 ഈ വർഷവും വളരെ വിപുലമായാണ് നടത്തപ്പെടുന്നത്. പലവ്യഞ്ജനങ്ങൾ, ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ, മരുന്നുകൾ തുടങ്ങിയവ ജില്ലയിലെ വിവിധ അഗതി മന്ദിരങ്ങളിലേക്കും കട്ടപ്പന നഗരസഭയിലെ കിടപ്പ് രോഗികൾക്ക് പുതിയ വസ്ത്രവും ക്രിസ്മസ് കേക്കും പലവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ അടങ്ങിയ കിറ്റുമാണ് വിതരണം ചെയ്യുന്നത്. കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രി ജീവനക്കാരിൽ നിന്നും ശേഖരിച്ച വസ്തുക്കൾ ജനറൽ മാനേജർ ജേക്കബ് കോര കൈമാറി. സെന്റ് ജോൺസിലെ എല്ലാ ജീവനക്കാരും ഒന്നടങ്കം സഹകരിച്ച് 2-3-4 ദിവസം കൊണ്ട് 100 കണക്കിന് ഡ്രസ്സുകൾ, അതും ഏറ്റവും ഉപയുക്തമായ ഡ്രസ്സുകൾ മാത്രമേ എത്തിക്കാവൂ. തേച്ച് അയൺ ചെയ്ത് പാക്ക് ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് മെയില് ഫീമെയില് ചിൽഡ്രൻസ് സെക്ഷനെയും കാറ്റഗറൈസ് ചെയ്ത് എത്തിക്കണമെന്ന് പറഞ്ഞു ഞങ്ങളുടെ ജീവനക്കാരെല്ലാം അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തു. അത് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ സഹപ്രവർത്തകരെല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് ഇന്ന് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. കട്ടപ്പന കല്ലുകുന്ന് ക്രൈസ്റ്റ് ട്യൂഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ നൽകിയ വസ്ത്രങ്ങൾ സജി ഫെർണാണ്ടസ് കൈമാറി. ചിരിക്ലബ് പ്രസിഡന്റ് സണ്ണി സ്റ്റോറിൽ, ജനറൽ സെക്രട്ടറി അശോകൻ ER, പ്രോഗ്രാം ചെയർമാൻ മനോജ് കുളക്കാട്ടുവയലിൽ, കാരുണ്യയാത്ര കോഓർഡിനേറ്റർ ജോമൻ പൊടിപാറ, സജി ഫെർണാണ്ടസ്, പ്രിൻസ് മൂലേച്ചാലിൽ, അഭിലാഷ് K, മനോജ് PG, മനോജ് ജോസഫ്, ബിവിൻ വിശ്വനാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.